guys, welcome back to our channel. അപ്പോൾ guys, നമ്മൾ ഇന്ന് പുതിയൊരു മൈൻക്രാഫ്റ്റ് വീഡിയോ ഇട്ട് വന്നേക്കണം guys. അപ്പോൾ നമ്മൾ ഇന്നൊരു മൈൻക്രാഫ്റ്റ് മൾട്ടിപ്ലെയർ സീരീസ് ആണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ക്രിയേറ്റ് ന്യൂ വേൾഡ് അടിക്കാം. പേര് നമുക്ക് മൾട്ടിപ്ലെയർ തന്നെ കൊടുക്കാം guys. ഓക്കെ, മൾട്ടിപ്ലെയർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിഫിക്കൽട്ടി നോർമൽ തന്നെ മതി. നമുക്ക് ഇനി അഡ്വാൻസ്ഡ് പോയിട്ട് സീഡ് ടൈപ്പ് ചെയ്യണം ഗൈസ്. സീഡ് നമുക്കൊരു 78 ഓക്കെ ഗൈസ്, സീഡൊക്കെ അത് മതി. ഇനി ഷോ കോർഡിനേറ്റ്സ് ഓൺ ആക്കണം. അതും ഓൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ക്രിയേറ്റ് ന്യൂ വേൾഡ് അടിക്കാം. എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ലോഡിങ് കാണിച്ച് വെറുതെ പോയിപ്പിക്കുന്നില്ല, ലോഡിങ് കഴിഞ്ഞിട്ട് അടിക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും വേൾഡിൽ കയറിയിട്ടുണ്ട്. ഇതേ ഇവിടെ ക്രേറ്റോസും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ വുഡ് വെട്ടാം ഗൈസ്, അതാണല്ലോ ബിഗിനർ. ആദ്യം തന്നെ ഷീപ്പ് കിട്ടി ഗൈസ്. ഷീപ്പ് അത്യാവശ്യമുണ്ട്, ഇല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇവനെ ഇവിടെ നോക്കിയാൽ കാണൂല. ഇല്ലെങ്കിൽ നമുക്ക് രാത്രി കിടന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വരും. മര്യാദ കിടന്നുറങ്ങാൻ പറ്റുമല്ലോ അല്ലേ? അതെ. ഓക്കെ, നമുക്ക് ആദ്യം ഷീപ്പിനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ബെഡ് സെറ്റാക്കാം. ഇനി 3 കൂടി വേണം. സീലിൽ നമുക്ക് സെറ്റാക്കാം ഗൈസ്. പിന്നെ സ്റ്റാർട്ടിങ് ഇച്ചിരി ബോറടിക്കും. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ വേൾഡ് തുടങ്ങിയതെന്ന് പറയാം. കേരളത്തിലെ മൈൻക്രാഫ്റ്റ് ഒന്ന് പൊളിയാക്കാനാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാണ്ട് വുഡും കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാം. ഒരു ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കി കുറച്ച് സ്റ്റിക്കും റെഡി ആക്കിയിട്ട് ഓക്കെ, നമുക്കൊരു വുഡൻ പിക്കാക്സ് സെറ്റ് ആക്കാം ഗൈസ്. ഓക്കെ, നമുക്കൊരു വുഡൻ പിക്കാക്സ് സെറ്റ് ആക്കാം. നേരെ താഴത്തോട്ട് സ്റ്റോൺ മൈൻ ചെയ്യാം ഗൈസ്. എൻ്റെ കൂടെ സ്റ്റോൺ ടൂൾസ് എടുക്കുമോ? സെറ്റ്. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും പെട്ടെന്ന് സ്റ്റോൺ മൈൻ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഈ സ്റ്റോൺ മൈൻ ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ എപ്പിസോഡ് ഗോൾസ് പറയാം. നമ്മുടെ ഫസ്റ്റ് ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടർ ഷെൽട്ടർ ഉണ്ടാക്കണം. പിന്നെ നമുക്ക് ഫുൾ സെറ്റ് അയൺ ആർമർ ഉണ്ടാക്കിയിട്ട് ഒരു ഫുഡ് ഫാം, സ്റ്റാർട്ടർ ഫുഡ് ഫാം സെറ്റ് ആക്കണം. അത്രേ ഉള്ളൂ ഗോൾസ്. അപ്പോൾ എന്തായാലും ഗൈസ്, വെറുതെ സ്റ്റോൺ മൈൻ ചെയ്യാൻ കാണിച്ചാൽ ഞാൻ വെറുതെ ബോറടിപ്പിക്കാനുള്ള എന്തായാലും. അപ്പോൾ സ്റ്റോൺ ഫുൾ മൈൻ ചെയ്തിട്ട് കാണിക്കാം. സ്റ്റോൺ കാര്യങ്ങളൊക്കെ മൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് സ്റ്റോൺ ടൂൾസ് സെറ്റ് ആക്കാം. ഓക്കെ, പെട്ടെന്ന് നമുക്ക് 2 സ്വാഡും 2 ആക്സും 2 പിക്കാക്സും സെറ്റ് ആക്കാം ഗൈസ്. അത്രയും മതി നമുക്ക് എന്തായാലും. അപ്പോൾ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാം. ടൂൾസ് വേണമെങ്കിൽ വാ ക്രജോസ്. ടൂൾസ് എൻ്റെ കറങ്ങി അടിക്കാണ്ട് അവിടെ നിൽക്കണം. നമുക്ക് എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഷെൽട്ടർ സെറ്റ് ആക്കണം. ബെഡ് സെറ്റ് ആക്കാനുള്ള ഷീപ്പായ 4 വൂളായി. 4 2 കൂടി വേണം. അത് നമുക്ക് നമുക്കൊന്ന് കറക്കി നോക്കാം. ഫുഡും വേണം ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കാം. ഷെൽട്ടർ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലം നോക്കണം ഗൈസ്. പംകിൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത് വല്ലതും വില്ലേജ് ഉണ്ടാവും. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് ഇവിടെ ഒരു വലിയ ഫോറസ്റ്റ് ആണ് അത്യാവശ്യം. ചിക്കനെയും കൂടി തല്ലിക്കൊന്നേക്കാം ഗൈസ്. ഞാൻ എന്തായാലും ഇതിനെ തല്ലിക്കൊല്ലും ചിക്ക. ഞാൻ എവിടം വരെ ഓടും. ഓക്കെ, തല്ലിക്കൊന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഒരെണ്ണം കൂടി കിട്ടി. ഇതിനെയും കൂടി തല്ലിക്കൊന്നേക്കാം. ഇല്ലെങ്കിൽ ഫുഡിൻ്റെ ഇനി ആവശ്യം വന്നു കഴിഞ്ഞാൽ ഫുഡ് കിട്ടിയില്ലെങ്കിൽ പണിയാണ്. നമ്മൊരു ഫുഡ് ഫാം ഉണ്ടാക്കും, അതുവരെ നമുക്ക് തിന്നണ്ടേ. എന്തായാലും പെട്ടെന്ന് ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കാം.
നമുക്ക് ഈ കാടൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാം ജസ്റ്റ്. ഓക്കെ ഗൈസ്, ഞാൻ പ്ലെയിൻ സെൻറ്റർ ഉണ്ട്. കോട്ട്സ് അവൻ ഇട്ടേക്കാം. നോക്കട്ടെ, കോട്ട്സ് നോക്കട്ടെ. 22-7. ഓക്കെ, മൈനസിന് ഒരു അണ്ടർസ്കോർ ഇട്ട് ഗൈസ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് എന്തായാലും ഇങ്ങോട്ട് കയറിയിട്ട് ബാക്കിയുള്ള ഷീപ്പും കൂടെ റെഡി ആക്കണം ഗൈസ്. നമുക്ക് എന്തായാലും ഷുഗർ കെയിൻ എടുത്തേക്കാം, ആവശ്യം വന്നാലോ. അപ്പോൾ അത് കുഞ്ഞതാണ്, അതിനെ കൊന്നിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. പക്ഷെ ഇതിനെ കൊന്നിട്ട് നമുക്ക് കിട്ടാനുണ്ടല്ലോ. ഇതിനെ കൂടി കൊന്നേക്കാം. ഓക്കെ ഗൈസ്, ഒരു ഷീപ്പും കൂടി കിട്ടി. ഓക്കെ, അത് എത്ര ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, എൻ്റെ ഒരു വൂളായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കട്ടെ. പിഗ് കുറേ ഉണ്ട് ഗൈസ് ഇവിടെ. പിഗാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടണത്. ഷീപ്പ്. ഓ ഗൈസ്, വില്ലേജ് ഉണ്ട് ഗൈസ്, ഒരു വില്ലേജ് ഉണ്ട്. നമുക്ക് എന്തായാലും പെട്ടെന്ന് ആ വില്ലേജിൽ നിന്ന് കയറി ലൂട്ട് ചെയ്യാം. ഞാൻ നേരത്തെ ആ പംകിൻ സെൻറ്ററിൽ തോന്നി വെച്ചു ഇവിടെ എവിടെയെങ്കിലും ഒരു അടുത്തൊരു വില്ലേജ് ഉണ്ടാവുന്നു. നമുക്ക് എന്തായാലും നേഴ്സിലൂടെ കയറാം. ഇതവിടെ ഗോളിൽ ഉണ്ടാവാത്തിരുന്നു ഗൈസ്, പക്ഷെ എന്തായാലും നമുക്കൊരു വില്ലേജ് ഗോളിൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇവിടെ നിൽക്കാൻ പോകണില്ല, നമ്മളെന്തായാലും ഇവിടെ നിന്ന് മാറിയിട്ട് തന്നെ പീസ് ഉണ്ടാക്കുള്ളൂ. പക്ഷെ ഫസ്റ്റ് നൈറ്റ് സ്റ്റേ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിൽക്കാമല്ലോ. എന്തായാലും രാത്രി ആയിട്ടുണ്ട്, അവറായി. നമുക്ക് എന്തായാലും കയറി കിടന്ന് ഉറങ്ങാം. സോറി വില്ലേജ്. ഓക്കെ ഗൈസ്, നമുക്ക് ചാച്ചി ഉറങ്ങാം. ഓ, വീണ്ടും ഒരു ചിക്കി ഉണ്ടല്ലോ ഗൈസ്, നമുക്ക് ചിക്കി നല്ലതാ. ഓക്കെ, എന്തായാലും ഞാൻ ഇവിടെ ഒന്നും ബേസ് വെക്കാൻ പോകണില്ല, പക്ഷെ നമുക്ക് ബ്രീഡറൊക്കെ ഉണ്ടാകുമ്പോൾ യൂസ് ആവുമല്ലോ വില്ലേജ്. അപ്പോൾ എന്തായാലും ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, നമുക്ക് ഇവിടെ നിന്ന് ഏസി വിടാം. ഓ, ഷീപ്പ് ഒരെണ്ണത്തിനെയും കൂടി കിട്ടി. അല്ലെങ്കിൽ ഞാൻ തന്നെ ഷീപ്പ് എടുക്കണേ, വില്ലേജിൽ നിന്ന് ഒരു ബെഡ് അടിച്ച് പറ്റിയാൽ പോലെ. ആരും കണ്ടില്ലല്ലോ അല്ലേ. എടാ, വില്ലേജ് ആണെങ്കിൽ ഹേബേൽ അവിടെ ഉണ്ടെങ്കിൽ എടുത്തോ. എന്തായാലും ഇനി വരുമ്പോൾ എടുക്കുക. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു ബെഡും പൊടിച്ചിട്ട് കൊടുത്ത് പോവാം, എന്നിട്ട് നമുക്ക് ബാക്കി കോൾസ് ശരിയാക്കണം. ഓക്കെ, ബെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റാർട്ടർ ഷെൽട്ടർ സെറ്റാക്കാൻ എവിടെയെങ്കിലും നോക്കണം. ധൃതി ഒന്നുമില്ലല്ലോ ഗൈസ്, നമുക്ക് പതിയെ കണ്ടുപിടിക്കാം. ഫുഡിന് കുറവ് വേണ്ട, ഫുഡ് നമുക്ക് അത്യാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു അത്യാവശ്യം വലിയ പ്ലെയിൻസ് ഉണ്ട് ഗൈസ്, അത്യാവശ്യം സെറ്റ് സ്ഥലമാണ്, സെറ്റ് സ്പോണാണ്. നമുക്ക് എന്തായാലും ഇവിടെ തന്നെ ചുറ്റി കറങ്ങിയിട്ട് ഏതെങ്കിലും ഒറ്റപ്പെട്ട വല്ല ഹില്ലെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വല്ലൊക്കെ തുറന്ന് വല്ല ബേസ് ഉണ്ടാക്കാം. സ്റ്റാർട്ടർ ബേസ് അല്ലേ. നമുക്ക് പറ്റിയൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുത്തെ ഒരു ഷീപ്പിനെ തുറന്നിട്ട് ഇവിടെ തന്നെ അങ്ങ് തുറന്ന് തുടങ്ങാം ഗൈസ്.
2 ബ്ലോക്ക് ഇങ്ങോട്ട് മെയിൻ ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഞാൻ വെറുതെ ബോറടിപ്പിക്കാനുള്ള ഇച്ചിരി ഏരിയ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കട്ടെ ഗൈസ്. ഗൈസ് ഞാൻ എന്തായാലും അത്യാവശ്യം കുറച്ചധികം ഏരിയ ഞാൻ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ജസ്റ്റ് ഇവിടെ നിന്ന് കിട്ടി തന്നെ ഇതൊന്ന് പോളിഷ് ആക്കുക ഗൈസ്. നമുക്ക് ജസ്റ്റ് എന്തായാലും ഞാൻ ഇത്രയൊക്കെ മതിയായിരിക്കും. ഇനി നമുക്കൊരു ചെസ്റ്റ് പാറ്റേൺ കൊടുക്കുക. നീ അപ്പുറത്തെ സൈഡിൽ നീ, ഞാൻ ഈ സൈഡിൽ നീ. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു സ്റ്റോൺ ആണെങ്കിൽ ഇവിടെ ഒരു സ്റ്റോൺ ആണെങ്കിൽ ഇവിടെ ഒരു സ്റ്റോൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ പിന്നെ ഇവിടെ പിന്നെ നമുക്ക് ഓക്കെ അവിടെ പിന്നെ ഇവിടെ. ഓക്കെ ഗൈസ്, നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് അങ്ങോട്ട് ഗ്രാനൈറ്റ് നമുക്ക് മാറ്റി. ഗ്രാനൈറ്റ് ഉണ്ട് ഗൈസ് അതിൻ്റെ ഇടക്ക്, അതൊരു ചെറിയ പ്രശ്നമാണ്. ഇത് പൊട്ടിച്ചളഞ്ഞിട്ട് വെക്കാം. ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് മാറ്റാം. എന്നിട്ട് ഇവിടെ മൊത്തം നമുക്കെന്നാ കോബിൾ സ്റ്റോൺ വെക്കാം. സ്റ്റോൺ ഫുള്ള് പൊട്ടിച്ചു. നമുക്ക് എന്തായാലും ഫ്ലോർ ഡിസൈൻ ചെറിയ സ്റ്റാർട്ടർ ആണെങ്കിലും അതിൻ്റേതായ ഒരു എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അല്ലെങ്കിൽ ഈ സംഭവം ബോറാവുമല്ലോ. എൻ്റെ പിക്കാക്സ് വിട്ടാറായി. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കണം. ഒരേ സമയത്ത് 2 ബ്ലോക്ക് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. നമുക്കപ്പോൾ ഇത് ഓക്കെ, നമുക്കെന്തായാലും ഏകദേശം ഓക്കെ. ലാസ്റ്റ് ബ്ലോക്ക് വെച്ചു, അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബെഡ് എടുത്തിട്ട് ഈ മൂലൊക്കെ വെക്കാം. ഞാൻ വില്ലേജ് ചെയ്യേണ്ടത് അടിച്ചു മാറ്റിയ ബെഡാണ്, അതുകൊണ്ട് നല്ല ബെഡായിരിക്കും. ഇനി ഞാൻ എന്തായാലും പോയിട്ട് ഇവിടെ നീ ക്രാഫ്റ്റ് ടേബിൾ അങ്ങ് പൊട്ടിച്ചിട്ട് നമുക്ക് ജസ്റ്റ് പോയിട്ടൊരു വുഡ് ഇച്ചിരി എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കി വെക്കണ്ടേ ഗൈസ്. അത് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ഗോൾ കംപ്ലീറ്റ് ആവും. നമുക്ക് എന്തായാലും ഒരു സേഫ്റ്റിക്ക് ഒരു എക്സ്ട്രാ മരം കൂടി വെട്ടിയേക്കാം. നിന്റെ ബെഡ് ഞാൻ എടുത്ത് സെൻറ്ററിലോട്ട് വെച്ചിട്ടുണ്ടേ. ഓക്കെ, സീനില്ല. ഓക്കെ, ഏകദേശം ഇത്രയും മതിയായിരിക്കും. ഈ വരം കൂടി എന്തായാലും വെട്ടി തീർത്തേക്കാം. ഓക്കെ ഗൈസ്, ഇത്രയും മതിയായിരിക്കും. നമുക്ക് എന്തായാലും നമ്മുടെ സ്റ്റാർട്ടർ ബേസ് ഒന്ന് ഉണ്ടാക്കി തീർന്നിട്ടില്ല. എന്തായാലും അങ്ങോട്ട് പോകാം. നമുക്ക് കുറച്ച് കോളും കൂടി വേണം. ഓക്കെ, ഇവിടെ എന്തായാലും റീസ്പോൺ സെറ്റ് ചെയ്യട്ടെ. നമുക്ക് ആ ക്രാഫ്റ്റ് ടേബിൾ എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് 2 ഉണ്ടോ? ഒരെണ്ണം അവിടെ നിന്ന് പൊട്ടിച്ചെടുത്തേ. എന്തായാലും ഓരോന്ന് 2 സൈഡിൽ ഇരിക്കട്ടെ. നമുക്ക് ജസ്റ്റ് പെട്ടെന്നൊരു ഡോർ ഉണ്ടാക്കാം. ഡോർ എടുത്തിട്ട് ഇവിടെ അങ്ങോട്ട് പുറത്തുനിന്ന് വെക്കാം. ഓക്കെ, അപ്പോൾ ഡോറും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെസ്റ്റ് സെറ്റാക്കണം. ഒരു ചെസ്റ്റ് ഞാനും ഉണ്ടാക്കാം, ഒരു ഡബിൾ ചെസ്റ്റ് ഒക്കെ. നമുക്ക് 4 ചെസ്റ്റ് ഉണ്ടാക്കാം, എന്നിട്ട് 2 സൈഡിലും വെക്കാം. ഇതെൻ്റെ ബെഡ്, ഇവിടെ ഉള്ളത് എൻ്റെ ചെസ്റ്റ്. എൻ്റെ ചെസ്റ്റിൻ്റെ അകത്ത് ഞാൻ ഒരു ചെസ്റ്റ് കയറ്റി വെച്ചേക്കട്ടെ. ഇനി നമുക്കൊരു കോള് വേണം ഗൈസ്. ഇച്ചിരി കോള് റെഡിയാക്കണം. അതവിടെ ഉണ്ട്.
നമുക്ക് ജസ്റ്റ് കയറിയിട്ട് അത് പൊട്ടിച്ചെടുക്കാം. ഞാൻ വെറുതെ ആ കോളൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഞാൻ ഒരു ടോർച്ച് ഉണ്ടാക്കി അവിടെ വെച്ചിട്ട് ഇനി കാണിക്കാം. ഗൈസ് ഞാൻ എന്തായാലും പോയിട്ട് അവിടെ നിന്ന് ഒരു ഗോള് മാത്രം കിട്ടിയുള്ളൂ ഗൈസ്, ഒരേ ഒരു ഗോള്. നമുക്ക് എന്തായാലും 4 ടോർച്ച് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് സൈഡിലൊക്കെ വെച്ചേക്കാം. ഇവിടെയും കൂടി പറഞ്ഞു പിടിക്കട്ടെ. വുഡ് എന്നാ പിടിച്ചോ. അപ്പോൾ ഫസ്റ്റ് ഗോൾ കംപ്ലീറ്റഡ്. നമുക്കത് പോയിട്ട് ഒരു കോൾ എടുക്കണം ഗൈസ്. നമുക്ക് എന്തായാലും മൈനിങ്ങിന് വേണമല്ലേ. ഞാൻ എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി വെച്ചിട്ട് കോൾ എടുത്തിട്ട് എന്തായാലും കാണിക്കാം ഗൈസ്. ഞാൻ എന്തായാലും 23 കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, 23 കോളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് കയറിയിട്ട് കോളൊക്കെ ഒന്ന് ടോർച്ചാക്കിയിട്ട് ഒരു മൈനിങ് ഏരിയ ജസ്റ്റ് ഇവിടെ നിന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് നോക്കട്ടെ. വുഡല്ലേ ഗൈസ്, നമുക്ക് എന്തായാലും ഇച്ചിരി വുഡ് പോയി വെട്ടണം. ആദ്യം നമുക്കൊരു ആക്സ് സെറ്റാക്കണം. ഓക്കെ, 5-6 ആക്സ് എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് പറയൂല, പറഞ്ഞ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമുക്ക് എന്തായാലും ജസ്റ്റ് കില്ല് ചെയ്യണമായി നമുക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് സീനൊന്നുമില്ല. ഒറ്റ ഹാർട്ടുള്ളൂ. എക്സ്പി എനിക്ക് കയറിയിട്ടുണ്ട്, അത് മാത്രം എനിക്ക് അറിഞ്ഞത്. നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് കേട്ടൊക്കെ സെറ്റ് ആക്കാം. ഇവിടെ ഫോറസ്റ്റ് ആയതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല. തൊട്ടടുത്ത് തന്നെ ഫോറസ്റ്റ് ഉണ്ട് ഗൈസ്. അത് ആരാ? എന്തായാലും ഫുഡില്ല, നമുക്ക് എന്തായാലും റോ ബീഫ് എടുത്ത് കഴിക്കാം. വാണ്ടറിംഗ് ട്രൈഡർ കൊല്ലട്ടെ. അപ്പം ലീഷിനുള്ള മാർഗമായി. എന്തായാലും ജസ്റ്റ് ഓക്കെ. 13 ഫുഡായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് ഇച്ചിരി കൂടി ടോർച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് മൈനിങ്ങിന് നേരിട്ട് വിടാം. ഒരു എമറാൾഡിന് ഒരു കോൺഫ്ലവർ വേണം. നമുക്കെന്തിനാ വാണ്ടറിംഗ് ട്രേഡർ ഗൈസ്? നമ്മൾ തന്നെ ഒരു വെറുതെ അടക്കുന്ന ട്രേഡർ അല്ലേ അത്. നമുക്കെന്തായാലും പെട്ടെന്ന് ഫുഡ് പ്ലാൻസ് ആക്കിയിട്ട് ഇച്ചിരി ടോർച്ച് ഉണ്ടാക്കണം. 64 ഉണ്ടാക്കുക ഗൈസ്. നമുക്ക് 64 ഉണ്ടാക്കണ്ട, ഒരു 36 മതി. ബാക്കി കോളെടുത്ത് തന്നെ പെട്ടി എടുത്ത് വെച്ചേക്കാം. ഓക്കെ, 36 നിന്ന് ഹാഫും അവനും കൊടുക്കാം. 18. നമുക്ക് കുറച്ചധികം കൂടി പിക്കാക്സ് റെഡി ആക്കണം. ഫുള്ള് പിക്കാക്സ് ഉണ്ടാക്കിയ ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് മൈനിങ്ങിന് ഇടാം ഗൈസ്. ഞാൻ എന്തെങ്കിലും കേവോ അതോ അയണോ വല്ലതും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കാണിക്കാം. വെറുതെ ഇങ്ങനെ മൈനിങ് കാണിച്ച് ബോറടിപ്പിക്കണ്ട. ഞാൻ കുറച്ചും കൂടി മൈൻ ചെയ്തപ്പോൾ എനിക്ക് ഒരു അയൺ ബാച്ച് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ അയൺ ബാച്ച് അത് എടുക്കാം. എന്നാൽ ഞാൻ ഫുള്ള് ബാച്ച് എടുത്തിട്ടുണ്ട്. കുറേ സ്കെൽട്ടൺ ശബ്ദമൊക്കെ ഉണ്ട്. എനിക്ക് ഈ അടുത്ത് തന്നെ കേവ് ഉണ്ടെന്നാണ് തോന്നണേ. അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും ഇനി അയൺ വല്ലതും കിട്ടിയാൽ അതോ കേവ് കിട്ടിയാൽ വല്ലതും കാണും. അവിടെ നിന്ന് ഇതൊരു തുള്ളിയും കൂടി പോയപ്പോൾ തന്നെ എനിക്ക് അയൺ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഗ്രാവലൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. നമുക്ക് ഏകദേശം ഒരു സ്റ്റാക്ക് അയൺ വേണ്ടി വരും, 2 പേർക്കുള്ള ഫുൾ സെറ്റും. പിന്നെ നമുക്ക് മൈൻഡ് പിടിക്കുമ്പോൾ വീണ്ടും ഇച്ചിരി കൂടെ അയൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതും കൂടി പൊടിച്ചെടുക്കാം.
ഒന്ന് ഗൈസ് നമുക്ക് മേളില് മേളില്. ഇപ്പം തന്നെ 27 ഗൈസ്. 26 ഗൈസ്, സോറി. നമുക്ക് എന്തായാലും ഇച്ചിരി കൂടി നേരെ പൊട്ടിക്കാം. മാറ്. കൊന്നോ ഗൈസ്. അവിടെ ഒരു കേവ് കിട്ടിയിട്ടുണ്ട്. അയ്യോ സോറി, ജസ്റ്റ് ടോർച്ച് നോക്കട്ടെ. നമുക്ക് എന്തായാലും ഇവിടെ നിന്നുള്ള വഴി അങ്ങ് ബ്ലോക്ക് ചെയ്യാം. പൊട്ടി, വലിയ സീനൊന്നും ഉണ്ടായില്ല. നമുക്കെന്തായാലും ഇവിടെ നിന്നുള്ള വഴി അങ്ങ് ബ്ലോക്ക് ചെയ്തേക്കാം. നിന്റെ പുറകില്. സോറി, ഞാൻ എന്തായാലും ഒരു ബെഡൊക്കെ എടുത്തുകൊണ്ട് വന്നേക്കണേ. നമുക്ക് എന്തായാലും ഇവിടെ തന്നെ ഒരു റീസ്പോൺ പോയിന്റ് സെറ്റ് ആക്കിയേക്കാം. എങ്ങനെ ചാവണമെങ്കിൽ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തു. സ്കെല്ലി ഉണ്ടല്ലോ. നമുക്ക് എന്തായാലും കിട്ടിയ ആർമർ എടുത്തില്ല. ഓക്കെ, അങ്ങോട്ടും ഉണ്ട് ഗൈസ്. എൻ്റെ ടോർച്ചില്ല. ടോർച്ചുണ്ടോ? എത്തിയെത്താ പെട്ടെന്ന്. അയ്യോ സ്കെൽട്ടൺ ഉണ്ട്. ഓക്കെ തീർത്തു. സ്കെൽട്ടൺ മാൻ ഉണ്ട്. യെസ് ടോർച്ച് 30 എണ്ണം. നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. ഹെൽത്ത് ഫിൽ ആവട്ടെ ഗൈസ്. ഹെൽത്ത് ഭയങ്കര സ്ലോ ആയിട്ട് റിസൾട്ടാണ്. ടോർച്ച് നോക്കട്ടെ ഗൈസ്. വീണ്ടും അയം കണ്ടിച്ചിട്ട് എന്നാലും ഇപ്പം ഇവിടെ ഇരിക്കണ സേഫ് അല്ല. ഫുഡ് കഴിക്കട്ടെ. ചാവും. എന്നെ തട്ടിക്കളിക്കണേന്മാര്. ഞാൻ പോണം. എനിക്കിപ്പോൾ ഹാർട്ടില്ല. ഓക്കെ. ഇവിടെ ഇച്ചിരി അയണുണ്ട്. ഞാൻ അയണൊന്നും പിടിച്ചെടുത്തേക്കട്ടെ. വേറെ ഇവിടെ അയണുണ്ട്. ഇവിടെ ഞാൻ അവിടെയും കൂടി ഇച്ചിരി അയൺ ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും കിട്ടണത്ര അയൺ എടുക്കാം. ഇപ്പം തന്നെ ഏകദേശം 33 ആയി ഗൈസ്. അപ്പോൾ ഇവിടെ ഉണ്ട് ഇച്ചിരി. ഇതും കൂടി എടുക്കാം. നമുക്കൊന്ന് ലോക്കപ്പ് ചെയ്യാം ജസ്റ്റ്. ഇത്രയൊക്കെ മതി. ഓക്കെ, ഇവിടുത്തെ അതിനെല്ലാം എടുത്ത് ഇനി അവിടെ ഒരു താഴത്തായിട്ട് ഞാൻ ഇവിടെ ഗൈസ്. ഇതും കൂടി ഒന്ന് പൊട്ടിച്ചെടുത്തേക്കാം. ഇതും ഉണ്ട് അത്യാവശ്യം. ഇത് ഞാൻ സിംഗിൾ പാച്ച് അടിക്കുന്ന വിചാരിച്ച ഗൈസ്. എന്തായാലും ഇതുകൊണ്ട് അത്യാവശ്യം. ഇതിനും ബ്ലോക്കപ്പ് ചെയ്യേണ്ട വരും. ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാം. വെട്ടമില്ല. ഇവിടെ ഒരു ടോർച്ചും വെച്ചേക്കാം. പിക്കാക്സ് പൊട്ടി. വേറെ പിക്കാക്സ് ഉണ്ടാക്കിയതുകൊണ്ട് പിന്നെ സീനൊന്നുമില്ല. ഇപ്പം തന്നെ 48 ഏകദേശം ആയി. 49. ഇപ്പോൾ ഗൈസ് ഇപ്പം തന്നെ 51 ഇനി കുറച്ച് മതി ഗൈസ്. എന്തായാലും ഉള്ള കോളും പിടിച്ചെടുത്തേക്കാം. വെറുതെ അയം മാത്രം പോരല്ലോ, സ്മെൽറ്റ് ചെയ്യാനുള്ള ഐറ്റം കൂടി വേണ്ടേ. എന്തായാലും അത്ര നേരം കൊണ്ട് ഹെൽത്തും ഫില്ലാക്കട്ടെ.
അതിലുള്ള കോളൊത്തും പൊടിച്ചെടുത്തുണ്ട്. നമുക്കിനി അവിടെ നിന്ന് പോരാം. ഇനി വളരെ കുറച്ചും കൂടി മതി. ഇനി നമുക്ക് എന്തായാലും അടിയിലോട്ട് പോയി നോക്കാം. അവിടെയും കുറേ മോബ്സ് ഉണ്ട്. എന്തായാലും തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് ഓടി മാറിയിട്ട് തട്ടിയിട്ടുണ്ട് ഗൈസ്. സ്കെൽട്ടനാണ് നമ്മൾ അയ്യേ ഈ ചെറുക്കനാ. അവനെ അറിയാണ്ട് സ്കെൽട്ടൻ അടിച്ചു. ഇനി ആ സ്കെൽട്ടൻ അവൻ തട്ടിക്കോളും. ഇനി സ്കെൽട്ടൻ എഴുതി പേടിക്കണ്ട. പ്രശ്നം ഇവരൊക്കെ കൂടി അങ്ങോട്ട് നമ്മളെ കോംബോ ചെയ്യാനായിട്ട് അവരൊക്കെ ഒരുമിച്ച് കയറും. അറിയാണ്ട് ഒരടി പാവം വവ്വാലും കിട്ടി. വവ്വാലെ പോട്ടെ പാവം. നമുക്ക് ഓക്കെ ഇവിടെ ഇച്ചിരി കൂടി അയണുണ്ട്. ബേബി സോംബി 3 എണ്ണം. ഓക്കെ പെട്ടു. എൻ്റെ പുറകെയാണോ? അല്ല എൻ്റെ പുറകെ. സീനില്ല. എന്തായാലും ഇപ്പോൾ തന്നെ നമുക്ക് 57 ഈ പാച്ച് എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓക്കെ 60 എണ്ണം തികച്ചു. ഇപ്പോൾ 61 എണ്ണമായി. ഇനി വേറെ 3 എണ്ണം മതി ഗൈസ്. അവിടെ ഇച്ചിരി സീനാണല്ലോ, ഞാൻ തീർത്തു തരാം. ബേബി സോംബി എല്ലാം കൂടി ഉണ്ടല്ലോ. ചാവോ? ചത്തു. ഓക്കെ ഞാൻ പോയി. ഞാൻ പോണ്. എൻ്റെ അടുത്തോട് പറഞ്ഞിട്ടുണ്ടാവും മതി. ഞാൻ പോണ്. അല്ല അവന്മാർ ഇങ്ങോട്ട് വരട്ടെ. മാറിക്കോ. ഓക്കെ 2 റത്തന്ന് കിട്ടി. വാ നൈസിൽ കിട്ടോ. ഞാൻ തല്ലിക്കൊല. ലൂട്ട് എടുത്തോ. ലൂട്ട്. ഗൈസ് വീണ്ടും അവിടെ ആയതുകൊണ്ട് അതൊരു 3 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഇവിടെ നിന്ന് കയറി പോകാം. വേണ്ട, നമുക്ക് ഷീൽഡ് കൂടി ഉണ്ടാക്കണം. ആറാ അടിച്ചോ അത്രേ ഉള്ളൂ. ഗൈസ് 3 എണ്ണം. ഓക്കെ എക്സ്ട്രാ ഉണ്ട്. ഇതും കൂടി എടുത്തേക്കാം. എന്തായാലും ഇത്രയും വന്നു ഗൈസ്. നമുക്ക് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യണോ കേവ്? അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് ഗൈസ്. എക്സ്ട്രാ അത്രയും കിട്ടിയിട്ടുണ്ട്. എക്സ്ട്രാ 7 എണ്ണം കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് മേലോട്ട് പോകാലോ. നമുക്കെന്നാ തിരിച്ചു പോകാം. ഇതിലേ പോകണം. അതിലേ പോകണ്ട. ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പൊങ്ങിയ പണിയാണ്. നൈറ്റ് ആണെങ്കിൽ പിന്നെ വീണ്ടും സീൻ. എന്തായാലും വന്ന വഴി തന്നെ പോകാം. എടുത്തോ. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ മുകളിലോട്ട് കയറിയിട്ടൊന്ന് അയണൊക്കെ ഒന്ന് സ്മെൽറ്റ് ചെയ്യട്ടെ. കൂടാ നീ ഇറങ്ങിപ്പോടാ. എന്നെ തല്ലാറായടാ. കത്തിച്ചത്തോ. നമുക്കിനി പെട്ടെന്ന് ഗൈസ് ഈ അയണെല്ലാം സ്മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 സെറ്റ് ആർമറും ടൂൾസും സെറ്റ് ആക്കണം. ഓക്കെ ഇനി കുറച്ചും കൂടി മതി. വുഡ് എൻ്റെ അവൻ്റെ ഉണ്ടാവും. നോക്കട്ടെ. ഇത്ര ഉണ്ടാവും എൻ്റെ കയ്യിൽ. ഇന്നൊരു ഇച്ചിരി ഞാൻ എടുക്കണുണ്ടേ. അപ്പം ഇനി ഫെൻസ് ഉണ്ടാക്കാനായിട്ട് വേറെ വുഡ് കട്ട് ചെയ്യേണ്ട വരുമില്ല. ഇത് തന്നെ മതിയാകും ഗൈസ്. അപ്പോൾ ഓക്കെ ഇനി നമുക്ക് എന്തായാലും ആർമർ റെഡിയാക്കാം. ഗൈസ് എനിക്ക് ഫുൾ അയൺ ആർമറിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇതൊന്നും എടുത്തിട്ടെ. അല്ലെങ്കിൽ വേണ്ട, അവനും കൂടി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഒരുമിച്ചിടാം. ഓക്കെ എന്തായാലും നമുക്ക് അവനോടെ
അല്ല അതാരാ? Hello there. Hello there. ഹലോ ദേ നോക്ക് ഗൈസ്, ആ കഴുക അതിന്റെ മണ്ടേ കയറിയിരിക്കണുണ്ടോ? നല്ല കഴുത. വാ താഴത്തോട്ട് ഇറങ്ങി വാ കഴുതേ, ഫുഡ് കയറണമെങ്കിൽ താഴത്തോട്ട് ഇറങ്ങി വാ. നമുക്ക് എന്തായാലും ഒരു സെറ്റും കൂടി ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, 2 സെറ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കയ്യിലെടുത്തത് വെക്കാം. ക്രൈറ്റോസ് എൻ്റെ സെറ്റ്. അത് ഒരുമിച്ചെടുത്ത് ഇൻവെൻറ്ററിൽ എടുത്ത് വെക്കാം ആദ്യം. അത് കറക്റ്റായിട്ട് ഫസ്റ്റ് സ്ലോട്ട്സിൽ. ഓർഡർ വൈസ് എടുത്ത് വെച്ചോ. ഓർഡർ വൈസ് എടുത്ത് വെച്ചു. 3 ജസ്റ്റ് വെയിറ്റ് ചെയ്യ ഗൈസ്, ഞാൻ വെയിറ്റ് ചെയ്യണേ. ഫ്രണ്ട് പേഴ്സൺ ആക്കിയിട്ടുണ്ട്, തേർഡ് പേഴ്സൺ ഫ്രണ്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആർമർ അങ്ങോട്ട് ഇടാം. 3, 2, 1 ഗോ. ഫുള്ളാണ് ആർമർ ഗൈസ്. ഇനി നമുക്ക് ഫുള്ള് ടൂൾസും കൂടി സെറ്റ് ആക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഗോളും കംപ്ലീറ്റ് ആകും ഗൈസ്. എന്തായാലും ഇൻവെൻറ്ററി ജസ്റ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഒരു സ്വാഡ്, 2 സ്വാഡ്, 2 ആക്സ്, 2 പിക്കാക്സ്, പിന്നെ നമുക്ക് ഓരോ ഷീൽഡും റെഡിയാക്കണം. അതും കൂടി പെട്ടെന്ന് ഞാൻ റെഡിയാക്കിക്കട്ടെ. അതിന് ഇച്ചിരി കൂടി പ്ലാങ്ക്സ് വേണം ഗൈസ്. അത് നമുക്ക് ഉണ്ടല്ലോ, നമുക്ക് ജസ്റ്റ് പോയിട്ട് ഓർണത്തിനുള്ളേ ഉള്ളൂ. എന്തായാലും ആവശ്യത്തിൽ കൂടുതൽ ഇതിൻ്റെ പെട്ടി തന്നെ ഉണ്ട്. നമുക്ക് ഇത്രയൊന്നും വേണ്ട, നമുക്കൊരു ഇച്ചിരി മതിയല്ലോ. 5 എണ്ണമെങ്കിൽ 5 എണ്ണം കയ്യിലിരിക്കട്ടെ. നമുക്ക് എന്തായാലും ജസ്റ്റ് ഇതൊന്ന് പ്ലാങ്ക്സ് ആക്കിയിട്ട് എടുത്തില്ല ഗൈസ്. അല്ലെങ്കിലും ഇപ്പോഴത്തെയും പോലെ പൊട്ടത്തരം വീണ്ടും കാണിച്ചിരിക്കുകയാണ്. വീണ്ടും പൊട്ടത്തരം. നമ്മൾ പിന്നെ പണ്ടേ ഫുൾ ഓൺ പൊട്ടത്തരങ്ങളായതുകൊണ്ട് ചെയ്യുന്നില്ല. വീണ്ടും പൊട്ടത്തരം. ഇതാണ് ഗൈസ് നമ്മുടെ പ്രത്യേകത. പൊട്ടോഹിയ, പൊട്ടത്തനോഹിയ. നമുക്കെന്തായാലും ഷീൽഡ് എടുത്തോ, എന്നാൽ പിക്ക് എടുത്തോ, ആക്സ് എടുത്തോ, സ്വാഡ് എടുത്തോ. ഓക്കെ ഗൈസ്, ഫുള്ളാണ് ആർമർ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഗോളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഒരേ ഒരു ഗോളും കൂടി ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാം സെറ്റ് ആക്കണം, ഒരു ഫുഡ് ഫാം. നമുക്കത് ചിക്കൻ്റെ കോഴിയുടെ എന്തെങ്കിലും സെറ്റാക്കാം. എടാ നീ ഇപ്പോഴത്തേക്കും ഒരു ഫെൻസ് എടുത്ത് സെറ്റായിക്കോ. ഞാനപ്പോഴത്തേക്കും പോയിട്ട് ഇവന്മാരെ വളക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ വളക്കാം, നീ ഫെൻസ്. ഞാൻ വളച്ചോളാം. വുഡ് നിൻ്റെ പെട്ടിയിലല്ലേ ഉള്ളേ. ആദ്യത്തെ ഫൈറ്റ് ഗൈസ്. എന്നാ തല്ലിക്കോ. പുതിയ അയൺ ആർമറാണ് മോനെ, വെറുതെ തല്ലണം. ഹലോ മിസ്റ്റർ, എനിക്കിനി ഇഷ്ടമല്ല. തല്ലിക്കൊന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്രാവശ്യം കോഴീനെ തന്നെ പിടിക്കാം. അതാകുമ്പോൾ പിന്നെ ഇടക്കിടക്ക് കുഴപ്പമില്ല. കോഴിയെങ്കിൽ കോഴി. തൽക്കാലത്തേക്കുള്ള സ്റ്റാർട്ടറാണ് ഗൈസ്. ഇതൊക്കെ സ്റ്റാർട്ടർ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇനിയല്ലേ സെറ്റാക്കാൻ പോകുന്നേ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ തന്നെ ഒരു സെറ്റ് വീടും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ഞാൻ ആദ്യം ഈ കോഴീനൊന്ന് എടുക്കട്ടെ. ഒരു കോഴിയും കൂടി വേണം നമുക്ക്. ഇപ്പോൾ ഒരെണ്ണമേ കിട്ടിയിട്ടുള്ളൂ. നമുക്കെന്തായാലും നോക്കാം. ഇവിടെ കാണാനില്ല കോഴീസിന്. നീ പോന്നോ? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമായിരിക്കും വിചാരിക്കാം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ മുകളിൽ കയറി നമുക്ക് നോക്കാം. വീണ്ടും അവിടെ തന്നെ. ഹലോ
അവൻ അവിടെ നിന്ന് ഇറങ്ങാറായിട്ടില്ല എന്നാണ് തോന്നണേ. അവിടെ തന്നെ അങ്ങ് ചുറ്റിപ്പടിച്ചിരിപ്പുണ്ട് അവൻ. നമുക്കെന്തായാലും ഇവിടെ തന്നെ ഒന്ന് കറങ്ങി നോക്കാം. കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പിടിക്കാം. അന്ന് ഞാനും കൂടി നോക്കാം. ലീഷ് സെറ്റ് ചെയ്യാൻ പറ്റും. ലീഷ് ഉണ്ടല്ലോ നമ്മുടെ ലീഷ് വെച്ച് വലിച്ചിടുമ്പോൾ 4 ലീഷ് ഉണ്ട്. എന്നാൽ 2 ലീഷ് ഇതാ പെട്ടിയിലാണ്. 2 എൻ്റെ കയ്യിലുണ്ട്. അല്ല 4 എൻ്റെ കയ്യിലാണ്. എന്നാ 2 എന്താ നമുക്ക് ഷീപ്പിനെ സെറ്റ് ആക്കാം. ഷീപ്പിനെ ഞാൻ 2 എണ്ണത്തിന് അവിടെ കണ്ടായിരുന്നു. സ്റ്റാർട്ടർ ഫാം എന്ന് പറയുമ്പോൾ നമുക്ക് 2 എണ്ണത്തിനെ പിടിച്ചിട്ടാൽ മതി. എന്നിട്ട് പിന്നെ ബ്രീഡ് ചെയ്യാനാണല്ലോ. ഒരുത്തന്നെ ഇവിടെ ഉണ്ട്. 2 പേര് ഇവിടെ തന്നെ ഉണ്ട്. ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. വായോ, 2 വായോ. ഓക്കെ, ഇല്ലല്ലോ, നീ പറഞ്ഞതിനെ കൊണ്ടുവന്നായിരുന്നോ? ഇല്ല, താനെ വന്ന് കയറിയായിരിക്കും. എന്നിട്ട് തിരിച്ചിറങ്ങി. ഗൈസ് നോക്കിയേ ഗൈസ്, രണ്ട് അമ്മ അച്ഛൻ്റെ കൂടെ പുറകെ വരുന്ന ആ കുട്ടീനെ കണ്ടോ ഗൈസ്? പാവം, കണ്ട പുറകിൽ നിന്ന് മാറണില്ല. പാവം കുട്ടികൾ. വരണുണ്ടോ? പൊട്ടിയിട്ടില്ല. ഇപ്പോഴും ഉണ്ടോ? കൊട്ടി പുല്ല് തിന്നാനായിട്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഓക്കെ, ഇപ്പം സീനില്ല. ഓക്കെ കമോൺ ഗൈസ്, പൊടിയോ അൺലീഷ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതും കൂടി സെറ്റാക്കിയപ്പോഴേക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ഫുൾ ഗോൾസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതെന്തായാലും 4 മണിക്കൂർ എടുത്ത് ഞങ്ങൾ സെറ്റാക്കിയൊരു ഇൻട്രോയും പറഞ്ഞ് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ടാറ്റാ ബൈ ബൈ.